ഭർത്താവിന് കറുത്ത നിറം, കൂടെ ജീവിക്കാൻ വിസമ്മതിച്ച് ഭാര്യ. ഉത്തർപ്രദേശിലെ ഝാൻസിയിലെ ലക്ചുര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ഈ ഒരു കാലഘട്ടത്തിൽ, അതും ഇന്ത്യയിൽ ഇങ്ങനെയൊരു വാർത്ത ആളുകളിൽ കൗതുകമുണർത്തുകയാണ്. 6 വർഷം മുമ്പാണ് ലക്ചുര ഡാം പ്രദേശത്തെ താമസക്കാരനായ ദുർഗാപാലിന്റെയും ഡോറ ഗ്രാമത്തിൽ നിന്നുള്ള ജ്യോതിയുടെയും വിവാഹം നടന്നത്. തങ്ങളുടെ ജീവിതത്തിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ദുർഗാപാൽ പറയുന്നു. എന്നാൽ സംഭവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ജ്യോതിയെ കാണാതാകുകയായിരുന്നു. ദിവസങ്ങളോളം ഭാര്യയെ അന്വേഷിച്ചു നടന്നെങ്കിലും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. 7 ദിവസത്തിന് ശേഷം പോലീസാണ് യുവതിയെ കണ്ടെത്തിയത്. എന്നാൽ ഭർത്താവിനൊപ്പം പോകാൻ തനിക്ക് താല്പര്യമില്ലെന്ന് ജ്യോതി പോലീസിനോട് പറഞ്ഞു. പോകാൻ കഴിയില്ലെന്ന് യുവതി പറഞ്ഞതിന്റെ കാരണം ഏറെ വിചിത്രമാണ്. തന്റെ ഭർത്താവ് കറുത്ത നിറമാണ്, അതിനാൽ അയാൾക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ല. സെപ്റ്റംബർ 2-നായിരുന്നു ജ്യോതിയെ വീട്ടിൽ നിന്ന് കാണാതായത്. കാണാതായ ഭാര്യയെ അന്വേഷിച്ചു നടന്നെങ്കിലും കണ്ടെത്താനായില്ല. അവസാനം ദുർഗാപാൽ പോലീസ് സ്റ്റേഷനിൽ ആളെ കാണാനില്ലെന്ന പരാതി നൽകുകയും പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടതായി പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഫോൺ രേഖകളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചപ്പോൾ ജ്യോതി മറ്റ് 2 യുവാക്കൾക്കൊപ്പം ബൈക്കിൽ പോകുന്നതായി കണ്ടെത്തി. 7 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ നിന്നാണ് യുവതിയെ കണ്ടെത്തിയത്. യുവതിയെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പുറപ്പെട്ടു പോകാനുള്ള കാരണം ആരാഞ്ഞപ്പോഴാണ് തനിക്ക് ഭർത്താവിനൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്നും ഭർത്താവും അയാളുടെ വീട്ടുകാരും സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ പീഡിപ്പിച്ചുവെന്നും ജ്യോതി ആരോപിച്ചത്. ഭർത്താവിന് കറുത്ത നിറമായതിനാൽ തനിക്ക് അയാളെ ഇഷ്ടമല്ലെന്നും ജ്യോതി പറഞ്ഞു. ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചതെന്ന് ലക്ചുര സ്റ്റേഷൻ ഇൻചാർജ് അരുൺ തിവാരി പറഞ്ഞു. എന്നാൽ ഈ ആരോപണത്തിനെതിരായി ദുർഗാപാൽ പറഞ്ഞത് ജ്യോതിക്ക് തന്നെയും വീട്ടുകാരെയും ഇഷ്ടമല്ലായിരുന്നു എന്നും നേരത്തെ 10 ലക്ഷം രൂപ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകിയില്ലെങ്കിൽ തനിക്കും വീട്ടുകാർക്കുമെതിരെ കള്ളക്കേസ് നൽകുമെന്നുമായിരുന്നു. ഇന്ത്യയിൽ വർണ്ണവിവേചനത്തിന്റെ ചരിത്രങ്ങളുണ്ട്. ഇന്നും പലയിടത്തും ഇങ്ങനെയുള്ള വിവേചനങ്ങൾ മനുഷ്യർക്ക് നേരിടേണ്ടി വന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഉത്തർപ്രദേശിലെ ദുർഗാപാൽ.